തിരിഞ്ഞു പോകണം. പക്ഷെ അവിടെ റോഡൊന്നുമില്ല, തിരിഞ്ഞു പോകാൻ ഇത് കാണിക്കുന്നത്. പക്ഷേ ഈ റൂട്ട് എടുക്കാം നീ. എന്നാൽ 585 ഈ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ. ഇത് എടുത്തു കഴിഞ്ഞാൽ 479. नहीं हमारे पास नहीं है उसको छोड़ने बोल. INB റൈഡിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യ നേപ്പാൾ ഭൂട്ടാൻ റൈഡ്. അതിൽ നേപ്പാളും ഭൂട്ടാനും വിജയകരമായിട്ട് തന്നെ പൂർത്തിയാക്കി. നോർത്ത് ഈസ്റ്റിലേക്കുള്ള യാത്ര ചില സാങ്കേതിക കാരണങ്ങളാൽ മറ്റൊരു അവസരത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇന്ന് ഇന്ത്യ ഭൂട്ടാൻ ബോർഡറായ ജയ്ഗോണിൽ നിന്നും രാവിലെ ഏതാണ്ട് 5:30 തന്നെ പുറപ്പെട്ടു. ലക്ഷ്യം 720-730 കിലോമീറ്റർ അകലെയുള്ള കൊൽക്കത്തയാണ്. ജയ്ഗോണിൽ നിന്നും കൊൽക്കത്തയിലേക്ക് ബീഹാർ വഴിയാണ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത്. പോകും വഴി ഒരുപാട് തേയില തോട്ടങ്ങളാണ്. പക്ഷേ നമ്മുടെ നാട്ടിലേതുപോലെ ഇവിടെ മലകളിൽ അല്ല. INB റൈഡിൽ ഏറ്റവും പ്രയാസം നിറഞ്ഞ ദിവസമാണ് ഇന്ന്. NHൽ നിന്നും SHലേക്ക് തിരിഞ്ഞതാണ് എല്ലാത്തിനും തുടക്കം. പക്ഷേ ഒരുപാട് ഗ്രാമക്കാഴ്ചകൾ സമ്മാനിച്ച യാത്രയായിരുന്നു അത്. ഇത് വെസ്റ്റ് ബംഗാളിലെ ഒരു ഫോറസ്റ്റ് ഏരിയ ആണ്. ഇവിടെ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ടാറിട്ട റോഡിന് പകരം ഇൻ്റർലോക്ക് വീക്കുകയാണ് ഇവിടെ. അങ്ങനെ നമ്മൾ ബീഹാർ കഴിഞ്ഞു. വെസ്റ്റ് ബംഗാൾ മാൽഡി എന്ന് പറയുമ്പോൾ ബംഗ്ലാദേശ് ബോർഡറിൽ നിന്ന് ഏതാണ്ട് ഒരു 10 കിലോമീറ്റർ ഇപ്പുറമാണ് നമ്മളിപ്പോൾ. 10 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഇവിടുന്ന് ബംഗ്ലാദേശ് ബോർഡറിലേക്ക്. ഭക്ഷണം കഴിച്ച് വരുന്നതാണ് ഒരു ചെറിയൊരു തട്ടുകട, ചെറിയ ധാബ. ഭക്ഷണം എവിടെയും റെസ്റ്റോറൻ്റ് ഒന്നുമില്ല, വളരെ മോശം റെസ്റ്റോറൻ്റാണ്. കിട്ടിയതിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നു. ചപ്പാത്തിയും ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ വയറ് കടാവാതെ ഇരുന്നാൽ മതി. ഇതാ പിന്നെ ദാല പറഞ്ഞ് പയറാണല്ലോ കൊണ്ടുവന്നത്. ഇത് പയറല്ലേ? എൻ്റെ കുണ്ടകരാവട്ടെ, വേഗം ചുമ്മാ പൂവാനാണ്. 400 പിടിക്കണം, 450. എന്തൊക്കെ ആക്കാം.
അത് ചായ കുടിച്ച് നിർത്തിവിടുക ചായ എടുക്കാൻ. ആ കുറച്ചും കഴിഞ്ഞോണ്ട് നോക്കിയേ തിരിഞ്ഞു പോകണം, പക്ഷെ അവിടെ റോഡൊന്നുമില്ല. തിരിഞ്ഞു പോകാൻ ഇത് കാണിക്കുന്നത്. പക്ഷേ ഈ റൂട്ട് എടുക്കാൻ നീ എന്നാൽ 585 ഈ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ. ഇതെടുത്തു കഴിഞ്ഞാൽ 479. ഭയ്യ കൊൽക്കത്ത കേസാ ജായക? കൊൽക്കത്ത ഇത് NH ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ വളഞ്ഞിട്ട് വരാ. കൊൽക്കത്ത हाँ तो बाईपास होके अगर जाएंगे तो आपको वो रास्ता पकड़ना पड़ेगा डायरेक्ट रायगंज। कहाँ है रास्ता? वो तो वहाँ रास्ता नहीं है. नहीं रास्ता है ना एकदम ये रोड है, बाईपास रोड है। कहाँ है? हाँ, ये मार्केट है ना, हाँ मार्केट से घुस के एकदम एक ही रोड से एकदम रायगंज और शॉर्ट रास्ता है इधर से। हाँ शॉर्ट है. हाँ एकदम शॉर्ट है। उधर से रायगंज पहुंचने के बाद कलकत्ता एकदम ये मालदा होते हुए चले जाएंगे। ओके इधर से थोड़ा लॉन्ग ये रास्ता जाना है. हाँ यहाँ से बाईपास है. अच्छा ऐसा वाला रोड है? रोड ऐसा वाला है? हाँ ऐसा ही रोड है तो पूरा अच्छा, इससे अच्छा है। इससे अच्छा है. हाँ ओके यहाँ जो यहाँ पर सामने जो एक मस्जिद है हाँ उधर से घुस जाइए, वरना पे इधर से जा सकते हैं तो इधर से आपको दिक्कत होगा। तो इधर से रोड ये भी रोड है, हाँ सामने जो एक छोटा सा दुकान है नहीं इसके बाद ही हाँ उधर से घुसने के बाद बाईपास रोड दिखाया जाता है सामने। ओके वहाँ से जाएंगे सीधा। ओके थैंक यू शुक्रिया. भैया कलकत्ता जाने बाईपास कौन से? कलकत्ता जाने के लिए हाँ इधर से घुस के राइट, यहाँ से इधर से घुसिए हाँ और राइट कर लीजिए। पूरा सीधा? आप पूरा राइट ही जाइएगा हमेशा। हाँ ओके. ഇതാണ് ബീഹാർ മക്കളെ, ബീഹാർ. മട്ടനായേനിപ്പോ രാത്രിക്കുള്ള സൂപ്പായേനെ.
मोहर्रम के लिए। नहीं नहीं हाँ सर नहीं 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 होगा भाई वो बोल रहा है आपको, नहीं 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 आप ही को दिखा दे रहा है वो नहीं 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 वो दिखा रहा है आप ही को। नहीं 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 बस कुछ तो दे दो सर। नहीं हमारे पास नहीं है बस ओए! उसको छोड़ने बोल ഇത് NH കയറിയെന്ന് 10 കിലോമീറ്റർ കൂടി NH ആണ്. എടാ 10 കിലോമീറ്റർ NH ആണ്. NH കയറി നിർത്താം. ഭക്ഷണത്തി ഒരു എന്താ പറയുക ചപ്പാത്തിയാണ്, നല്ല ചൂട് ചപ്പാത്തി, പിന്നെ പരിപ്പ് കറിയാണ് പറഞ്ഞത്, ദാൽ സബ്ജിയാണ് പറഞ്ഞത്. വന്നത് എന്താന്ന് നോക്കട്ടെ. ആഹാ, ഇവരുടെ ദാൽ സബ്ജി ഇതാണല്ലേ. ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ പോയപ്പോഴും ഇത് തന്നെയാണ് തന്നത്. ഇത് പയറല്ലേ ഇതല്ലേ? ഒരു പയറും ദാലും ഒന്ന് തന്നെയാണല്ലേ ഇവിടെ. മൊത്തം ഇതും പിന്നെ 2 ബോട്ടിൽ വെള്ളവും കൂടിയിട്ട് 150, സോറി 160. അങ്ങനെ നമ്മൾ റൂമിലെത്തി, കുളിച്ചു, ഫ്രഷായി, ഭക്ഷണം കഴിച്ചു. ഭക്ഷണം നല്ല ചപ്പാത്തി ആയിരുന്നു, പക്ഷേ പയറ് കറി, അതിൽ മുട്ട കിട്ടും. ആദ്യം പയർ കറി മുട്ട ഇടുന്നത് കാണുന്നത്. ഇതാണ് നമ്മൾ താമസിക്കുന്ന സ്ഥലം. മറ്റാരും ഇവിടെ ഇല്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഇതുണ്ടോ ചുറ്റും കണ്ടിട്ട് മൊത്തം കാലിയൊക്കെ കിടക്കുക. ഈ ഒരു ബിൽഡിംഗ് മൊത്തം ഞങ്ങൾ മാത്രം. ഇതൊരു കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസിൻ്റെ ഒരു കടയാണ് താഴെയുള്ളത്. അവർ മുകളിൽ മൊത്തം ഇതേപോലെ ലോഡ്ജൊക്കെ ആക്കി വെച്ചിരിക്കുന്നുണ്ട്. ആദ്യം നമ്മൾ നോക്കിയ മുറി ഇതാണ് 350 റുപ്യയുടെ, പിന്നെ ഇത് 500 റുപ്യയുടെ മുറി. പക്ഷേ രണ്ടിലും കാറ്റില്ല, അതുകൊണ്ട് മാറ്റി. നമ്മുടെ ബൈക്ക് ഇവിടെ തന്നെ വെച്ചേക്കണത്, 2 ബൈക്കും. എൻ്റെയും നിതുടെയും ബൈക്ക് ഇവിടെ തന്നെ ഉണ്ട്. നിതുടെ ബാഗാണത്, എൻ്റെ ബാഗ്. കഴിച്ചിട്ടില്ല, കാര്യം നാളെ 800 കിലോമീറ്റർ പുരിക്ക് എത്താറുണ്ട്. ഇവിടുന്ന് 200 കിലോമീറ്ററോടുണ്ട് കൽക്കത്തയിലേക്ക് മാത്രം. ഇതാണ് ഞങ്ങളുടെ മുറി. ചെറിയ മുറിയല്ല, വലിയ വിശാലമായ മുറിയാണ്. കണ്ടോ, TV ഉണ്ട്,
പക്ഷേ ഓണാക്കാൻ പറ്റില്ല. AC ഉണ്ട്, ഓണാക്കിയാൽ 2000 രൂപ ഫൈന്. AC മാത്രം AC ഓണാക്കണമെങ്കിൽ 2000 രൂപ കൊടുക്കണം. എന്താ ഈ ഒരു ഫാനേ ഉള്ളൂ ഇവിടെ. അത്യാവശ്യം ചൂടുണ്ട്, പക്ഷെ കുളിച്ചതിന് ശേഷം ഇച്ചിരി തണുപ്പുണ്ട്. ഇനി നമ്മൾ പോകുന്നത് കൊൽക്കത്തയിലേക്കാണ്. പക്ഷേ കൊൽക്കത്ത നമ്മൾ കയറില്ല. ഹൗറ ബ്രിഡ്ജൊക്കെ കയറുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ അവിടെ കയറി കഴിഞ്ഞാൽ ട്രാഫിക്ക് പെടും. ഒരു 100 കിലോമീറ്റർ താഴെ നമ്മൾ നിന്നിരുന്നെങ്കിൽ, സ്റ്റോപ്പ് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഹൗറ ബ്രിഡ്ജ് കയറാം. പക്ഷെ നിന്നില്ല. ഇതിപ്പോൾ ഏതാണ്ട് 200 കിലോമീറ്റർ ഉണ്ട്. ഏതൊരു ഗ്രാമമാണ്, SH ആണ്, NH അല്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അടിച്ച് വിടാനും പറ്റില്ല. അപ്പോൾ ശരി, ഗുഡ് നൈറ്റ്, നാളെ കാണാം.